കേരളത്തിൽ നിന്ന് പോയ KSRTC ബസ് ബാംഗ്ലൂരിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു. അപകടത്തിൽ കണ്ടക്ടറും ഡ്രൈവറും അടക്കം മരിക്കുന്ന സാഹചര്യമുണ്ടായി. ബാംഗ്ലൂരു KSRTC ബസ് അപകടത്തിൽപ്പെട്ട് ഡ്രൈവറും കണ്ടക്ടറും അടക്കം മരിച്ച സംഭവത്തിൽ മുട്ടയേർ ഉണ്ടായോ എന്ന് പരിശോധിക്കും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി CP ജോൺ. അപകടം മനഃപൂർവ്വം കവർച്ചാ സംഘങ്ങൾ ഉണ്ടാക്കിയതാണോ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കഴിഞ്ഞ ദിവസം മറ്റൊരു KSRTC ബസ്സിന് നേരെ അപകടം നടന്ന സ്ഥലത്ത് വെച്ച് മുട്ടയെറിഞ്ഞ് കവർച്ചയ്ക്ക് ശ്രമം നടന്നതിന് പിന്നാലെയാണ് മുമ്പ് നടന്ന അപകടത്തിലും സമാനമായ സംശയമുയർന്നത്. വിഷയം ഗൗരവകരമാണ് എന്നും അപകടത്തിൽ പോലീസിൽ പരാതി നൽകിയെന്നും മന്ത്രി പറഞ്ഞു. KSRTC കർണാടക പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ബംഗളൂരു ഡിപ്പോയിലെ ഉദ്യോഗസ്ഥരുമായും ബന്ധപ്പെട്ടിട്ടുണ്ട്. മുട്ടയുടെ അംശം കണ്ടെത്തിയെന്ന വാർത്തകൾ പുറത്തുവരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അപകടത്തിൽപ്പെട്ട ബസ്സിന് മുട്ടയേർ ഉണ്ടായിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് മന്ത്രി പറയുന്നത്. ആദ്യ അപകടത്തിൽ മരിച്ച മിഥിലേഷിന് 16 മണിക്കൂറോളം വിശ്രമം ഉണ്ടായിരുന്നു. ഡ്രൈവർ കണ്ടക്ടർ എല്ലായിടത്തും പറ്റില്ല എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. അതേസമയം എല്ലാ ഡിപ്പോകളിലും ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി നിലവിൽ വന്നു എന്നും ഗതാഗത മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെ കർണാടകയിലെ വിടുതി എന്ന സ്ഥലത്ത് വെച്ച് KSRTC ബസ്സിന് നേരെ ആക്രമണമുണ്ടായിരുന്നു. KSRTC കാസർഗോഡ് യൂണിറ്റിലെ ATC 142 ഡീലക്സ് ബസ്സിന്റെ മുൻവശത്തെ ഗ്ലാസിലേക്കാണ് അജ്ഞാതർ മുട്ടയെറിഞ്ഞത്. ഇതേ തുടർന്ന് ഡ്രൈവറുടെ കാഴ്ച തടസ്സപ്പെടുകയും ബസ് വലിയ അപകടത്തിൽപ്പെടാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. ഈ പ്രദേശത്തിന് വെറും 2 കിലോമീറ്റർ മാത്രം ചുറ്റളവിലാണ് ഓഗസ്റ്റ് 8-ാം തീയതി KSRTC ബസ് മറിഞ്ഞ് 2 ജീവനക്കാർ മരിക്കുകയും യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഇതേ സ്ഥലത്ത് സമാനമായ അപകട സാഹചര്യം ഉണ്ടായതാണ് അട്ടിമറി സംശയങ്ങൾക്ക് ഇപ്പോൾ ഇടയാക്കിയിരിക്കുന്നത്. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കുന്നതായി വാർത്തകൾ വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഗതാഗത മന്ത്രി അടിയന്തരമായി ഇടപെട്ട് സമഗ്രമായ അന്വേഷണത്തിന് കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയത്. ഇതിന് പിന്നാലെ KSRTC അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബസിന്റെ യാത്രാവഴി, ആക്രമണം നടന്ന സ്ഥലം, സമീപകാലത്ത് അവിടെയുണ്ടായിരുന്ന സമാന സംഭവങ്ങൾ എന്നിവ വിശദമായി പരിശോധിച്ചു വരികയാണ്.